ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങയും അതുപോലെ ക്യാരറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇഫ്താറിനും അല്ലാതെയൊക്കെ സമ്മറിലൊക്കെ നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ജ്യൂസ് പോലെ എടുക്കരുത്, വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ക്യാരറ്റ് വേവിക്കാതെ അടിക്കരുത് കേട്ടോ, വേവിച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ തണുത്ത പാല്. ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകതയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമില്ല. കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ അളവിൽ സെർവ് ചെയ്യാൻ പറ്റും. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാതെയും എടുക്കാം. കാരണം മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസ്കസാണ്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചേർക്കുമ്പോഴത്തേക്കും ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അതുപോലെ മാങ്ങയും ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഓൾറെഡി നമുക്കിതിൽ കടിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരുപാട് പാലൊഴിക്കേണ്ട, കുറച്ച് പാൽ തന്നെ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ പാലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാലെടുക്കുവാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഫ്താറിനൊക്കെ കുറേ പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രുചിയാണ് കേട്ടോ. ഏകദേശം ഒരു ഷമാം ജ്യൂസൊക്കെ അടിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ടാണ് മാങ്ങ. അപ്പോൾ മാങ്ങയും ക്യാരറ്റും കൂടി ചേർത്ത് ഇതുപോലെ അടിച്ചെടുക്കുക. കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർ മധുരം ചേർക്കാണ്ടിരിക്കുക. അതുപോലെ സമ്മറിനും ഇഫ്താറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല റിഫ്രഷിംഗ് ആണ്. നന്നായിട്ട് തണുപ്പിച്ച് കുടിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.